ഹലോ മൈ ഗേസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം പോകണം, ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. ആ സ്ഥലത്ത് ചെന്നിരുന്ന് ഒരു കൊടൂരമായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് അഡ്വഞ്ചർ എന്നൊക്കെ പറയും പോലെ മിഡ് നൈറ്റ് റൈവൻസൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് പേടിയുള്ളൊന്നും തോന്നില്ല. പിന്നെയാണ് ആൾക്കാരൊക്കെ പറഞ്ഞ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ അത്യാവശ്യം വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്, നമ്മളടുത്ത് പോവല്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങ് നൈസിൽ അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ അവിടെ ചെന്നിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളാണ് ടോർച്ച്, മടലെല്ലാം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും പേടി തോന്നിയില്ല. പക്ഷെ അങ്ങ് കുറച്ച് ആഴത്തോളം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പൊട്ടക്കിണറും പിന്നെ കുളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങ് രോമാഞ്ചമൊക്കെ വന്ന് പേടിയൊക്കെ ആയി. അങ്ങനെ നമ്മളൊക്കെ അവിടെ അങ്ങനെ ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് വരണ്ടു. പിന്നെ നമ്മൾ കുറേ നേരം സർവൈവ് ചെയ്തു, അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ചിപ്സൊക്കെ കൊണ്ടാണ് പോയത്. അവിടെ നിന്ന് ചിപ്സൊക്കെ കഴിച്ചു. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തല്ല കുറച്ച് ദൂരമുള്ള വീടുകളിലൊക്കെ നിറയെ പൂച്ചകൾ വളർത്താറുണ്ട്. അപ്പോൾ ആ പൂച്ചകളൊക്കെ ഒന്ന് ശല്യമൊക്കെ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല പേടിയായി തുടങ്ങി. പിന്നെ എൻ്റെ കൂടെ വന്ന ഓഷ്യൻ ബ്ലിസ് ദ ഫിഷ് വേൾഡിൻ്റെ മെയിൻ അഡ്മിനും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവനും എന്നെ പോലെ തന്നെ പേടി. അവൻ്റെ ധൈര്യം ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയെങ്കിൽ ഞാനിവിടെ തേഞ്ഞ് വലിഞ്ഞൊട്ടിരിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം നമ്മളൊരു 3/4 മണിക്കൂറിൽ കൂടുതൽ അവിടെ സർവൈവ് ചെയ്തു. പിന്നെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ചുമ്മാ കറക്കിയുള്ള വ്യൂ എടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ പൊട്ടക്കിണറിൻ്റെയൊക്കെ ആ സൈഡിലെത്തിയപ്പോൾ പിന്നെ നമുക്ക് നല്ല പേടി തുടങ്ങി. പിന്നെ തിരിച്ച് കയറാൻ തുടങ്ങി. കയറി കുറച്ച് ദൂരം എത്തിയപ്പോൾ പിന്നെയും ആ പൂച്ചകൾ വന്ന്. ആ പൂച്ചകളെ വേറെ എന്തോ വാഴയുടെ ഇടയിൽ പൂച്ചയെ കണ്ട് വേറെ എന്തോന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒരു ഓട്ടം ഓടി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുള്ള് എരപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി നിങ്ങൾ ഇതേപോലത്തെ രാത്രി വല്ല അഡ്വഞ്ചേഴ്സ് ചെയ്യണമെന്ന് കമൻ്റ് ഇട്ടാൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.